ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുത്ത് ഗവേഷകർ. ഈ മണ്ണുപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനും ഇന്ധനവുമായി ബന്ധപ്പെട്ട രാസവസ്തുക്കളാക്കി മാറ്റുകയും ചെയ്തു. ചന്ദ്രനിൽ മനുഷ്യന് അതിജീവനം അനായാസമാക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യ എന്നാണ് ഗവേഷകർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ജലം, ഓക്സിജൻ, ഇന്ധനം തുടങ്ങിയ അവശ്യ വിഭവങ്ങൾക്കായി ഭൂമിയെ ആശ്രയിക്കുന്നത് സഹായിക്കുന്നതിനാണ് നിർണായകമായ ഈ കണ്ടുപിടുത്തം. ചന്ദ്രനിൽ മനുഷ്യന്റെ അതിജീവനം സാധ്യമാകുന്നതിനൊപ്പം കൂടുതൽ ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് വഴിയൊരുക്കുന്നതുമാണ് ഈ കണ്ടുപിടുത്തം. ചാന്ദ്രമണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കാനുള്ള മുൻകാല ശ്രമങ്ങൾക്ക് വലിയ അളവിൽ ഊർജ്ജം ആവശ്യമായിരുന്നു. കൂടാതെ ഇന്ധനത്തിനും മറ്റ് അവശ്യ ഉപയോഗങ്ങൾക്കുമായി കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിപ്പിച്ചിരുന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഈ പുതിയ സംവിധാനം ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ചാന്ദ്രമണ്ണിനുള്ള മാന്ത്രിക കഴിവിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ലെന്നും ഗവേഷകർ പറയുന്നു. ചാന്ദ്രമണ്ണിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കുകയും ബഹിരാകാശ യാത്രികർ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ വാതകവുമാക്കി മാറ്റാൻ ആ വെള്ളം നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഗവേഷകർ വികസിപ്പിച്ചത്. ഇവ പിന്നീട് ഇന്ധനങ്ങളും ബഹിരാകാശ യാത്രികർക്ക് ശ്വസിക്കാനുള്ള ഓക്സിജനും നിർമ്മിക്കാൻ ഉപയോഗിക്കാം. സൂര്യപ്രകാശത്തെ താപമാക്കി മാറ്റുന്ന ഒരു നൂതന സംവിധാനത്തിലൂടെയാണ് ഇത് സാധ്യമാവുക. കഠിനമായ താപനില വ്യതിയാനങ്ങൾ, തീവ്രമായ റേഡിയേഷൻ, കുറഞ്ഞ ഗുരുത്വാകർഷണം എന്നിവ ഉൾപ്പെടെ ചന്ദ്രനിലെ കഠിനമായ പരിസ്ഥിതി ചന്ദ്രോപരിതലത്തിലെ ഇതിന്റെ ഉപയോഗത്തെ സങ്കീർണമാക്കുന്ന വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെന്നും ഗവേഷകർ പറയുന്നു.